എല്ലാവർക്കും നമസ്കാരം. 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ശ്രീ പള്ളിയിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഒരു സത്സംഗ് കണ്ടക്ട് ചെയ്യാൻ അവസരം കിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഓഡിയോ ഭാഗമാണ് ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുള്ളത്. ഉപദേശം തുടങ്ങുന്നത് തന്നെ വത്സ എന്ന് വിളിച്ചിട്ടാണ്. വത്സ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവനെ, എനിക്ക് വാത്സല്യമുള്ളവനെ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയം ഉണ്ടെങ്കിൽ മാത്രമേ ഉപദേശം സാധ്യമുള്ളൂ. നമുക്ക് പ്രിയപ്പെട്ടവരാവണം, തിരിച്ചും ആ പ്രിയം ഉണ്ടാവണം. വത്സ സൗമിത്രയെ, സുമിത്രയുടെ പുത്ര എന്നാണ് പറയുന്നത്. സുമിത്രയുടെ പുത്രൻ എന്ന് പറയാൻ കാരണം, സുമിത്രയുടെ പുത്രൻ എന്ന് പറയാൻ കാരണം, അമ്മയെ ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ വന്ന സ്ഥലം മനസ്സിലാവുക. അപ്പം അമ്മയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ലതും ചീത്തതും തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഭൂമി അമ്മയാണ്, മാതാവ് അമ്മയാണ്, എല്ലാം അമ്മയാണ്. സീതാദേവി അമ്മയാണ്. അപ്പോൾ ആ സൗമിത്രയെ എന്ന് വിളിക്കുമ്പോൾ സുമിത്രയുടെ പുത്ര സൗമിത്രയെ, കുമാര, മോനെ, കുമാര, നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞ് എന്നുടേ വാക്കുകൾ. മത്സരം ബുദ്ധിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. അപ്പം മത്സരം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തിൻ്റെ സത്യം. ഇവിടെ എന്താണ് മനുഷ്യർ തമ്മിലുള്ള സകലമായ സംഘർഷങ്ങൾക്ക് കാരണം എന്ന് വെച്ചാൽ സത്യം മനസ്സിലാക്കാത്തതാണ്. സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്ത് ഒരു സംഘർഷം ഉണ്ടാവില്ല. ഇന്ന് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ജാതി, മതം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തെ അടക്കി ഭരിക്കുന്നുണ്ട്. മാത്രമല്ല, ഒന്നും മനസ്സിലാക്കാൻ തയ്യാറാവാത്ത തലമുറ, മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ ആ സത്യബുദ്ധി വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ സംസ്കാരം ആ കുട്ടികൾ ചെറുപ്പം മുതൽ കുട്ടികളിൽ ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. അവിടെ മത്സരബുദ്ധി ഇല്ലാതിരുന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇതൊന്നും പറഞ്ഞാൽ ആദ്യം തന്നെ ആദ്യം തന്നെ മത്സരം ഒഴിവാക്കും. മത്സരാദ്യം വെടിഞ്ഞ് എന്നുടേ വാക്കുകൾ. പിന്നെ പറയാണ്, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും. അത് പറയാൻ രാമനെ സാധിക്കുള്ളൂ. കാരണം എന്താണ് ലക്ഷ്മണന്റെ തത്വം എന്ന് രാമനറിയാം. ഇത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ഗീതയിൽ അർജുനനോട് ഇതേ സമാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാമി ച ഭൂതാനാം താന്യഹം വേത്തി സർവാണി നത്വം വേദ പരന്തവ. അതായത് എനിക്ക് അതീതമായത്, കഴിഞ്ഞു പോയതെല്ലാം എനിക്കറിയാം. ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും അറിയാം, ഇനി വരാനിരിക്കുന്നതും അറിയാം. അതായത് ഭൂത, വർത്തമാന, ഭാവികളെ മുഴുവൻ അറിയുന്ന ഒരാളെയാണ് നമ്മൾ സാക്ഷാൽ പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി ആ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ എന്താണ്, ലക്ഷ്മണന്റെ ജന്മോദ്ദേശം എന്താണ് എന്നത് പൂർണ്ണമായിട്ടും രാമനറിയാം. ഇനി രാമൻ എന്താണ് ചെയ്യേണ്ടതെന്ന് രാമനറിയാം. അതുകൊണ്ടാണ് താതൻ പറയുമ്പോൾ വനവാസത്തിന് റെഡി എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. കാരണം നമ്മളൊന്നും തയ്യാറാവില്ല. അജ്ഞാനികളും ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിങ്ങനെ ചെയ്ത് പോവുകയാണ്. അജ്ഞാനികൾ എന്താണ്? അജ്ഞാനികൾ എപ്പോഴും അതിനോട് ബലപ്പെടുത്തി നിൽക്കും. ഇത് പറ്റില്ല, ഇതെന്താ എങ്ങനെ വരാൻ, എനിക്കങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പം എന്താ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ഈ ജന്മം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നമുക്ക് ഒരുപാട് ജന്മങ്ങൾ ഭഗവാൻ ഗീതയിൽ പറയുന്നു. ബഹൂനിനെ വിരീതാനി ജന്മാനി തപചാർജുന താന്യഹം വേദി സർവാണി നത്വം വേദപരന്തവ. അവിടെ പറയുന്നത് തന്നെയാണ്. ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതെല്ലാം എനിക്കറിയാം. അപ്പോൾ ആ അറിവിൽ നിൽക്കുന്നതുകൊണ്ടാണ് രാമൻ ഇവിടെ എന്ത് പറയാൻ പറ്റുന്നത്? നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. ഉള്ളിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവ അന്തര്യാമിയാണ്.
എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിൽ അതും ഗീതയിൽ പറയും, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിൽ എന്നെയും എന്നിൽ എല്ലാ ഭൂതങ്ങളെയും യാതൊരുവിധം കാണുന്നുവോ അവനാണ് സത്യം കാണുന്നതെന്നാണ്. അപ്പൊ ഭഗവാൻ പറയുന്നത് നിന്നുള്ളിൽ എപ്പോഴും അപ്പൊ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും. അപ്പൊ നിന്നുള്ളിൽ ഞാൻ മുമ്പേ ഇരിക്കുന്നില്ല. കാരണം ഈ ആത്മാവുണ്ടല്ലോ, ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? അതും ഗീതയിൽ പറയുന്നത് അജോ നിത്യ ശാശ്വതോദയം പുരാണം. ആത്മാവ് ജനിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ജനിച്ചു എന്ന് പറയുന്നത് ആരാ? നമ്മളൊരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു എന്ന് പറയുന്നത് ആര് ജനിച്ചു എന്നാണ് പറയുന്നത്? ശരീരമാണ് ജനിക്കുന്നത്. കുട്ടി അപ്പൊ ജനിച്ചതല്ല. ആത്മാവ് എന്നുണ്ട്, അജമാണ്. അജം എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടേ ഇല്ലാത്തത്, നിത്യമാണ്, എന്നുള്ളതാണ്, ശാശ്വതമായിട്ടുള്ളതാണ്. അപ്പോ നിന്നുടെ മുന്നമേ ഞാനടോ, അതാണ് മുന്നമേ എന്ന് പറയുന്നത് അർത്ഥം. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. അതായത് എന്നെ കുറിച്ച് നിനക്ക് വാത്സല്യമുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഉള്ള വാത്സല്യം തന്നെയാണ്. ഇപ്പോ ഭൗതികവാദി ആയിക്കോട്ടെ ആത്മീയവാദി ആയിക്കോട്ടെ എല്ലാവർക്കും ഈ വാത്സല്യമുണ്ട്. ഇത് മുഴക്കണ്ടത് ഹലോ 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 അപ്പോ ചില ആളുകൾ പറയും എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല, ഇപ്പോ ഭൗതികവാദികളെന്ന് പറയും. പക്ഷെ ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഭഗവാനോട് താല്പര്യമുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, ചില ആളുകൾ ഭഗവാൻ പണമാണെന്ന് കരുതിയിട്ട് പണത്തിന്റെ പിന്നാലെ പോകും. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് പ്രശസ്തിയാണെന്നാണ്, അപ്പൊ അതിന്റെ പിന്നാലെ പോകും. ഇങ്ങനെ ഓരോന്നിന്റെ പിന്നാലെ ഓടുമ്പോൾ നമുക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടല്ലോ. ഈ സംതൃപ്തിയാണ് ഭഗവാൻ സത്യം പറഞ്ഞത്. പക്ഷെ ഈ സംതൃപ്തി ശാശ്വതമായിട്ട് നിൽക്കണില്ല. നമ്മൾ ഒന്നിന്റെ പിന്നാലെ ഓടി, ഒരാൾ കുറെ പണത്തിന്റെ പിന്നാലെ ഓടി കുറെ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം ഇങ്ങനെ കാണുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കുന്ന സമയത്ത് സംതൃപ്തി ഉണ്ട്. കുറെ പണമായി കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ? അപ്പോൾ ഈ പറയും നമ്മൾ ഈ നായ്ക്കള് ഒരു കാറ് വരുന്നുണ്ട്, കാറിന്റെ പിന്നാലെ നായ്ക്കൾ ഓടും. ഓടിയിട്ട് വണ്ടിയോടെ നിർത്തി കഴിഞ്ഞാൽ വായ ചുറ്റുഭാഗം നടന്ന് മാത്രം പോയി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ നായനെ സംബന്ധിച്ചിടത്തോളം എന്തോ കണ്ടിട്ട് ഓടുകയാണ്. ഈ പറഞ്ഞ പോലെയാണ് മനുഷ്യരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാണുന്ന പല കാര്യങ്ങളിലും വലിയ സംഭവമാണെന്ന് വിചാരിച്ചതിന് പിന്നാലെ ഓടുക. കുറെ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാവും എന്ന് വിചാരിച്ചിട്ട് പണം ഉണ്ടാകും. പ്രശസ്തി നേടി കഴിഞ്ഞാവും ഒന്നുമില്ല, ചത്തുപോകുന്നു പാവം ശിവശിവ എന്ന പോലെ ഈ പറഞ്ഞിട്ടില്ല. മണ്ണിനു കീഴെ കൃമികളായി പോകിലാണ്, എന്തു വെണ്ണീറായി ചമഞ്ഞു പോയില്ല. അപ്പൊ എന്തായാലും ഈ ദേഹനിമിത്തമുള്ള അഹംബുദ്ധിയുടെ ഒരു കാര്യമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും. അപ്പൊ ഈ ഭഗവത് വാത്സല്യം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഭഗവത് തത്വം എന്താണെന്ന് ആരും അറിയണില്ല. അതാണ് അതിലുള്ളൊരു വൈഷമ്യം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ ശുദ്ധമായ നിത്യ സ്വയം ജ്യോതി എന്ന് പറയുന്നത്. നിത്യമായിട്ട് ശുദ്ധമായിട്ട് സ്വയം ജ്യോതിയായിട്ട് എന്താണോ നമ്മളിൽ ഇരുന്ന് ഈ ലോകത്തെ കാണിച്ചു തരാൻ കാരണമായിട്ട് നമ്മൾ ഇരിക്കുന്ന ശക്തി. ഉപനിഷത്ത് പറയുന്നതെന്ന് വെച്ചാൽ ചക്ഷുഷാ നപശ്യതി ഏന ചക്ഷുംഷി പശ്യതി. കണ്ണുകൊണ്ട് യാതൊന്നിനെ കാണാൻ കഴിയില്ലയോ, യാതൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടുന്നു. സ്തോത്രേണ നശ്രണോതി ഏന സ്തോത്രമിതം സുഖം. കാതുകൊണ്ട് യാതൊന്നിനെ കേൾക്കാൻ കഴിയില്ലയോ, യാതൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് കാതിന് കേൾവി ഉള്ളതായിത്തീരുന്നു. മനസ്സാണ് മനനത് ഏനാഹുർ മനോമത്. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ മനസ്സിന് മനനശേഷി കൊടുക്കുന്നതായിട്ട് നമ്മുടെ ഉള്ളിൽ ചൈതന്യം. ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. അതില്ലെങ്കിൽ ഒന്നുമില്ല. ഇതിനു വേണ്ടിയുള്ള പ്രേമം എല്ലാവർക്കും ഉണ്ട്. അതാണ്
എന്നെക്കുറിച്ചുള്ള വാത്സല്യം എന്ന് പറയുന്നത്. വാത്സല്യ പൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത്. ജീവാത്മാവിനേ ഉള്ളൂ. ലക്ഷ്മണൻ ജീവാത്മാവാണ്, രാമൻ പരമാത്മാവാണ്. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും. വാസ്തവത്തിൽ ഈ ആത്മാവിനെ കൊണ്ട് സാധിക്കാത്ത ഒരു കർമ്മമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തിനു ശ്രമിച്ചാലും പറയണ്ടല്ലോ, മറ്റേ പരിശ്രമിച്ചിടുകിലേതിനെയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങൾ നൽകിയത്രേ മനുഷ്യനെ പായത്തിൽ ഐശ്വരീസ് എന്ന് പറയും. കാരണം മനുഷ്യന് എല്ലാ കഴിവുമുണ്ട്. രാവണന്റെ കഴിവില്ലെങ്കിലാണ് അത്രയും വളരെയധികം കഴിവുള്ള ആളാണ്. അത്രയധികം പാണ്ഡിത്യവും എല്ലാ തരത്തിലുള്ള വിദ്യകളുള്ള ഒരാളാണ് രാവണൻ. പക്ഷെ എന്താ സത്യം അറിയുന്നില്ല. ഇത് തന്നെയാണ് ലോകത്തിലും പ്രശ്നം. എന്താണ് സത്യം? തന്റെ ആത്മസത്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ആത്മാവ് നശിക്കില്ല എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ, ഈ ആത്മാവ് ശുദ്ധമായിട്ടുള്ള ആനന്ദ സ്വരൂപമാണെന്ന് അറിയുമ്പോൾ മറ്റേതിനേക്കാളും കൂടുതൽ ഉള്ളിൽ നിന്ന് തന്നെ ആനന്ദം കിട്ടും. അതാണ് ആത്മതത്വം എന്ന് പറയുന്നത്. ഇവിടെ എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്കാൻ. ഇതൊക്കെ നിർണയം തന്നെയാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന ഇതൊന്ന് കേൾക്കൂ എന്ന് പറയാം. കാരണം ഈ ലക്ഷ്മണൻ അവിടെ നിൽക്കുന്നത് ക്രോധാകുലനായിട്ടാണ്. കാരണം ഈ ആത്മതത്വത്തിലല്ല നിൽക്കുന്നത്, മനസ്സിന്റെ മായയുടെ പ്രഹേളികയിലാണ് ലക്ഷ്മണൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിർണയമെങ്കിലും ഒന്നിതു കേൾക്കാൻ നീ എന്ന് പറയുന്നത്. കാരണം ഇത് ഒക്കെ നിനക്ക് ഇത്രയും ശക്തിയുണ്ട്, നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കാൻ നീ എന്ന് പറയുന്ന അവിടെ നിന്നുണ്ടാകും. പിന്നെ എന്നിട്ട് പറയുന്നത് ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദി, ദൃശ്യമായിട്ടുള്ള രാജ്യം, ദേഹം മുതലായവ. അതായത് നമുക്ക് ഈ ദൃശ്യം എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ലോകത്ത് കാണുന്നതൊക്കെ ദൃശ്യമാണ്. രണ്ട് സാധനമുണ്ട്, ഒന്ന് ദ്രഷ്ടാവ്, മറ്റൊന്ന് ദൃശ്യം. രണ്ട് സാധനമുള്ളത്, കാണുന്നവരും കാണുന്നതും. അപ്പൊ ഈ രാജ്യവും ദേഹാദികളും ഒക്കെ തന്നെ ദൃശ്യങ്ങളാണ്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും. അതായത് ഈ ലോകവും ധാന്യധനാദികളും ഒക്കെ തന്നെ ദൃശ്യമായിട്ടുള്ളതാണ്. സത്യമെന്നാകിലേ തൽ പ്രയാസം തവ യുക്തമതല്ലായിൽ എന്തതിനാൽ ഫലം. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സത്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ നീ കിടന്നിങ്ങനെ ഇത്രയധികം വേവലാതിപ്പെടുന്നതിന് കാര്യമുള്ളൂ. കാരണം ലക്ഷ്മണൻ വേവലാതിപ്പെടുന്നത് ഇതിപ്പോ രാമനെ ചേഷ്ടനെ കാട്ടിലേക്ക് അയക്കുമല്ലോ, 14 കൊല്ലം ഇപ്പൊ കാട്ടിൽ നടക്കണ്ടേ. ഈ ഭരതനാഥ് സിംഗ് രാജാവും, രാമൻ കാട്ടിലേക്ക് പോകണം, ചിലപ്പോ സീതയും കൊണ്ടുവരും. ഇങ്ങനെയുള്ള ഒരുപാട് വേവലാതികളാണ് നമുക്ക് ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊന്നും സത്യമല്ലണം എന്നാണ് നമുക്ക് പറയുന്നത്. ഇത് ആർക്കെങ്കിലും നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് 14 കൊല്ലം കാണും, 14 ദിവസം, 14 മണിക്കൂറൊന്നും കാട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. അപ്പൊ രാമനെ സംബന്ധിച്ച് അറിയാം രാമന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന്. ഇതാണ് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മനുഷ്യൻ ജനിച്ചിട്ടുള്ളത് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാനാണോ, അയാൾക്ക് എന്തൊക്കെ പ്രാരാബ്ധങ്ങളാണോ ഉള്ളതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. അതൊരു ദൈവിക ജ്ഞാനമാണ്. അപ്പൊ ഈ ജ്ഞാനത്തോട് കൂടിയിട്ടാണ് രാമൻ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാമനെ സംബന്ധിച്ച് ഇതൊക്കെ മൂപ്പർക്ക് അറിയാം. പക്ഷെ ലക്ഷ്മണന് ഇതറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ ദൃശ്യമാണ്, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന ലോകം നോക്കും, ഇതൊക്കെ മാറി മുമ്പതില്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ശരീരം മാറിക്കൊണ്ടിരിക്കുക. ദൃശ്യമായുള്ളൊരു രാജ്യവും ദേഹവും, രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും. ഇതൊന്നും സത്യമെന്നാകിലേ തൽ പ്രയാസം തവ യുക്തമതല്ലായെങ്കിൽ എന്തതിനാൽ ഫലം. ഇതിനൊക്കെ ഒരു സത്യത്തുണ്ടെങ്കിൽ മാത്രമേ നീ കിടന്ന് കഷ്ടപ്പെടുന്നതിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇതിനെന്താ അർത്ഥമുള്ളതെന്നാണ് ചോദിക്കുന്നത്. എന്ന് പറയുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കാൻ. കാരണം നമ്മൾ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചാലും ഇതൊക്കെ ആ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ.
അപ്പൊ നമ്മൾ ഭക്ഷണം എടുത്ത് വായിൽ വയ്ക്കുന്നു, ആ രുചി അനുഭവിച്ച് ഇറക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ചിലപ്പോൾ ആ ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായിട്ടുള്ള അസുഖമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭാചഞ്ചലാണ്. അങ്ങനെ പറയും ഭോഗേ രോഗഭയം എന്ന് പറയും. കൂടുതലായിട്ട് ആ ജീവിതത്തിൽ ആസ്വാദനങ്ങളുടെ താല്പര്യമുള്ള ആൾക്കാർക്ക് രോഗങ്ങളുണ്ടാവും. എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാർ, ഭോഗങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ രോഗം വരും. ഭോഗേ രോഗഭയം. കുലേ ചുതി ഭയം. കുലത്തിൽ അഭിമാനിക്കുന്നവർക്ക് ആ കുലത്തിന് ചുതി ഉണ്ടാവും. ഒന്നും നിലനിൽക്കുന്നില്ല. അപ്പൊ ഞാൻ വലിയ കുലത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുലം കുറച്ച് കഴിഞ്ഞാൽ മക്കളും കുട്ടികളൊക്കെ കള്ളുടിയന്മാരൊക്കെ ആയിട്ട് നശിച്ചു പോകും. അപ്പൊ എന്താ അപ്പൊ നമുക്ക് ഈ അച്ഛനും ഈ കുലത്തിൽ അഭിമാനിച്ച ആൾക്ക് വളരെയധികം മാനസിക വിഷമം വരും. കാരണം അയാൾ ഈ ദൃശ്യത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അതാണ് പറഞ്ഞത് ഈ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശേഷ വിശ്വവും നിശേഷധാന്യതനാകും. ഇതൊന്നും സത്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ കുലാഭിമാനം പാടില്ല. കുലയെ ശ്രുതി ഭയം. പിന്നെ വിത്തേ നിർബാലാം ഭയം. ഇപ്പൊ കുറെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലോ നിർബാലന്മാരെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് എന്നുള്ള ഭയം ഉണ്ടാവും. പൈസ കുറെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ സേഫായി വിചാരിച്ചാൽ അപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ പറയുന്നുണ്ട് ശാസ്ത്രേവാദി ഭയം, ഗുണേഖല ഭയം, ബലേ വിഭുഭയം. കുറെ ബലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശക്തി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ശക്തി എന്ന് പറഞ്ഞാൽ പൈസ കിട്ടും, അധികാരമായിട്ടുള്ള ശക്തി. അപ്പോഴെന്തുണ്ടാവും? വിഭുഭയം, ശത്രുക്കളുണ്ടാവും. ബലേ വിഭുഭയം. രൂപേ ജരായാം ഭയം. ഈ രൂപം കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ അപ്പൊ നമുക്കിത് മുടി നരയ്ക്കാൻ തുടങ്ങും, തൊലി ചുളിയാൻ തുടങ്ങും. അപ്പൊ രൂപേ ജരായാം ഭയം. എന്നിട്ട് പറയുന്നത് ശാസ്ത്രീയവാദി. കുറെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാദിക്കാൻ ആൾക്കാരുണ്ടാവും, അതിന് പ്രതിവാദം ഉണ്ടാവും. ശാസ്ത്രീയവാദി ഭയം. ഇനി ഗുണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുണേ ഖല ഭയം. നല്ല ഗുണങ്ങളൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ നീചന്മാരായ ആൾക്കാർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരിക്കലും നമ്മൾക്കുള്ള ഗുണം നല്ല ഗുണങ്ങളാണ്. നമ്മൾ വെജിറ്റേറിയനെ കഴിക്കുള്ളൂ, നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, മറ്റുള്ള നമ്മൾ തോന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഖലന്മാരുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്തെല്ലാം വന്നിട്ട് ചിലപ്പോൾ പോത്തിനറക്കും മുമ്പിൽ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ലോകത്തിൽ ഒന്നിനും പിന്നെ സർവം വസ്തു ഭയാന്വിതമിതം. എന്താണ് സർവം വസ്തു ഭയാന്വിതമിതം വിധം ഒരു ഏവാഭയം എന്ന് പറയുന്നത് ഒരു ഇത് എന്താണ് സർവം വസ്തു ഭയാന്വിതമിതം കൈവല്യം ഏവാഭയം എന്ന് പറഞ്ഞത്. കൈവല്യം മാത്രമേ നമുക്ക് ആ അറിവുണ്ടല്ലോ, അതിനുള്ള ചേർച്ച, അത് മാത്രമേ അവയായിട്ടുള്ളൂ. അങ്ങനെ പറയാം. അപ്പൊ പറഞ്ഞു വന്നത് എന്നെക്കുറിച്ചുള്ള ഈ രാജ്യവും വിശേഷ ധാന്യധനാദിയും ഇതൊക്കെ ദൃശ്യങ്ങളാണ്. ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലെ കൽപ്രയാസം തവ യുക്തമതല്ലാകിൽ എന്തതിനാൽക്കരം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് നോക്കണം. പെട്ടെന്ന് തന്നെ ആയുസ് നഷ്ടപ്പെടും. ഓക്കെ. പിന്നെ പറയുന്നത് ഒരു ഇതിന്റെ നശ്വരതയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വാക്ക് ഉപയോഗിക്കാം. വഹ്നി സന്തപ്ത ലോകസ്ഥാണോ ബിന്ദുനാ സമീപം മർത്യജന്മം ക്ഷണബന്ധുര. ഈ വഹ്നി സന്തപ്ത ലോകം എന്ന് പറഞ്ഞാൽ വഹ്നി എന്ന് പറഞ്ഞാൽ അഗ്നി, സന്തപ്തം എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. അപ്പൊ സന്തപ്ത ലോകം എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ കമ്പി നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എത്ര ചൂടായി അത്രയും ചുട്ടു പഴുത്തൊരു ഇരുമ്പ് കമ്പി, അതിന്റെ മേലെ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അത് നല്ലതാവും, അത്ര ഉണ്ടാവും. അപ്പൊ ഇതുപോലെ വഹ്നി സന്തപ്ത ലോകസ്ഥാമ്പ് ബിന്ദുനാ സന്നിധം മർത്യജന്മം ക്ഷണബന്ധുര. ഈ നിമിഷ നേരം കൊണ്ട് പോകുന്ന ആ മറ്റേ അമ്പുബിന്ദുവിന്റെ വെള്ളത്തുള്ളിയുടെ അത്ര മനുഷ്യന്റെ ജീവിതത്തിന് ദേവസ്ഥാനിന് ദൈർഘ്യമുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10-70 വർഷം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരുപാട് ലോങ് ടൈമാണെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ ഒരു കാലം നോക്കി കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. അപ്പൊ ഇപ്പൊ കാലത്തിന്റെയും ദേശത്തിന്റെയും സ്വഭാവം അങ്ങനെ. അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ വലിയൊരാളാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ വലിയ ഭൂമിയിലിരിക്കുന്നു. പക്ഷെ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു പൊട്ട് പോലെ ഉള്ളൂ. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ചെറിയൊരു കുത്ത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ കാലവും അനന്തമാണ്. അനന്തമായതിൽ ഒരു ചെറിയ കാലം എടുത്തു നോക്കാം. ഈ 70 കൊല്ലമല്ല 80 കൊല്ലമല്ല 10,000 കൊല്ലം എടുത്താൽ പോലും അതൊരു ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ അനന്തതയാണ് നമ്മുടെ യാഥാർത്ഥ്യം. പക്ഷെ അതിനുള്ളിൽ ഒരു പൊത്തായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വഹ്നി സന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാ സന്നിധം മർത്യജന്മം ക്ഷണബന്ധുരം. പിന്നെ ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ.
ചക്ഷുശ്രവണ ജലസ്ഥം, ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞ പാമ്പാണ്. ചക്ഷുശ്രവണൻ എന്ന് പാമ്പിനെ വിളിക്കാൻ കാരണം പാമ്പിൻ്റെ ചെവി ഇല്ല, ചെവിയുടെ ഭാഗത്തായിട്ട് ആണ് ഈ ഏകദേശം കണ്ടുവരുന്നത്. അതുകൊണ്ട് ചക്ഷുശ്രവണൻ എന്ന് പാമ്പിന് പേര് വന്നത്. ചക്ഷുശ്രവണ ജലസ്ഥം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ കഴുത്തിൻ്റെ ഉള്ളിൽ, വയറുള്ളിൽ. ജലസ്തമം ദർദുരം എന്ന് പറഞ്ഞ തവള. അപ്പോൾ പാമ്പിൻ്റെ വായുടെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞ തവള അത് കിടന്നതിന് പറയുണ്ടാവില്ലേ, ആ സമയത്ത് ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നവർ അവിടെ കിടന്നിട്ട് അത് കടഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുക ചിത്രം. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളും കാലാഹിന പരിഗ്രസ്തമാം ലോകവും. കാല അഹി, കാലമാകുന്ന അഹി എന്ന പാമ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ കാലനാഗം, അതുകൊണ്ട് കാലാഹിന പരിഗ്രസ്തം, പിടിക്കപ്പെട്ടിരിക്കുന്നു നമ്മളൊക്കെ. അതായത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കാലനാഗത്തിനുള്ളിൽ കയറി പോയിരിക്കുന്നു. നമ്മൾ എത്ര ഭാഗം കയറിയെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചിലർക്ക് കൂടുതൽ പോയിട്ടുണ്ടാവും. എല്ലാവരും ഈ കാലം കഴിഞ്ഞിക്കൊണ്ടിരിക്കണം. അതിനർത്ഥം എന്താ, നമ്മളുടെ ജീവിതം ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കുറയുകയാണല്ലോ ആയുസ്. അപ്പോൾ കാലത്തിനുള്ളിൽ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ കിടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ട് വൈകാരികമായ മാറ്റങ്ങൾ കൊണ്ട് മനുഷ്യൻ ആഗ്രഹങ്ങൾ, ഭോഗങ്ങൾ തേടണം, സുഖങ്ങൾ തേടുകയാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിക്കേണ്ട സംഗതിയാണ്. അതായത് രാമായണ മൊത്തത്തിൽ പറയണത് നിങ്ങൾ സുഖങ്ങളൊന്നും അനുഭവിക്കേണ്ടെന്നല്ല. ഇപ്പം ആധ്യാത്മികത പറയുന്നത് സുഖം അനുഭവിക്കേണ്ടെന്നല്ല. ഇപ്പം നമ്മളുടെ ഇതിൽ പറയാ ചതുർ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയാം. നമ്മൾ ഈ സുഖം എല്ലാറ്റിനും എതിരായിട്ട് ഇതൊക്കെ നശിച്ചു പോകണം, നിങ്ങളൊന്നും സുഖിക്കേണ്ട മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം സുഖിക്കാനാണ് ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ചതുർ പുരുഷാർത്ഥങ്ങളാണ് നമുക്ക്. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ നമ്മൾ ആദ്യം ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കാനുള്ളതാണ്. ധർമ്മത്തിൽ അവിടെ കാമം പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഭോഗം വേണ്ട എന്ന് പറയുമ്പോഴും ഈ ചതുർ പുരുഷാർത്ഥങ്ങളിൽ മൂന്നാമതായിട്ട് പറയുന്നത് കാമാണ്, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതനായിരിക്കുക. അതായത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യമായിട്ടുള്ള കർമ്മങ്ങൾ, അത് ഈ രാമായണത്തിൽ പറഞ്ഞ പോലെ ബ്രഹ്മണി നിത്യയെ സമർപ്പിച്ച് ചെയ്യണം. കർമ്മങ്ങൾ, കർത്തവ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും ബ്രഹ്മണി സമർപ്പിച്ച് ചെയ്യുക, ഭഗവാനിക്ക് സമർപ്പിച്ച് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടോ അത് ഭഗവത് സമർപ്പണമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധർമ്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ അർത്ഥം വരും. അർത്ഥം എന്ന് പറഞ്ഞതാണ് മീൻസ്. അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മത്തിലൂടെ വിദ്യാഭ്യാസം നേടുന്നത് അർത്ഥമാണ്. ഈ അർത്ഥം എന്ന് പറയുന്നത് ധനം മാത്രമല്ല, പൈസ മാത്രമല്ല, ഭൂമി സ്വത്ത് മാത്രമല്ല. നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു, നമ്മൾ സ്ഥാനങ്ങൾ നേടുന്നു, നമ്മൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നേടുന്നു, ഇതെല്ലാം അർത്ഥമാണ്. വീട് നേടുന്നു. അപ്പം അങ്ങനെ നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ടാണ് കാമത്തേക്ക് വരുന്നത്. അതായത് ധർമ്മത്തിലൂടെ നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ മറ്റൊരു അടുത്ത് പിടിച്ചു പറിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെ കയ്യിൽ പൈസ ഇല്ല, വേറൊരാളുണ്ടാക്കിയ പൈസ എടുത്തിട്ട് നമുക്ക് കാമം അനുഭവിക്കാമെന്ന് വെച്ചാൽ അവിടെ ധർമ്മം തെറ്റി. അപ്പം ആദ്യം ധർമ്മത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് മറ്റൊരാൾക്കും വേദന ഉണ്ടാക്കാതെ, അല്ലേ, മറ്റൊരാളെ വേദനിപ്പിക്കാതെ നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് വേണ്ട മീൻസ് കണ്ടെത്തുക, അർത്ഥം കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ അർത്ഥത്തിലൂടെ നമ്മൾ കരുതി വെച്ച കാമങ്ങൾ അനുഭവിക്കുക. നമ്മൾ ജനിച്ചിട്ടുള്ളത് കാമം അനുഭവിക്കാനാണ്. ഈ കാമം അനുഭവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരോട് നമ്മുടെ രാമായണം പറയുക അല്ലെങ്കിൽ ഭാഗവതം പറഞ്ഞിട്ട് ഇതിൽ ഭോഗേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഭോഗം എന്നിവിടെ പറയുന്നത് അമിതമായ ഭോഗം നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകും, ഭോഗേ രോഗം ഉണ്ടാവും. അതായത് മനുഷ്യൻ ആഗ്രഹിച്ച കഴിഞ്ഞ ജന്മങ്ങളിൽ അയാളുടെ സംസ്കാരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ അനുഭവിച്ച് തന്നെ തീർക്കണം. പ്രാരബ്ധം എന്നാണ് അതിന് പറയാം. ആ പ്രാരബ്ധത്തെ ആയിട്ടാണ് നമ്മൾ രാമായണത്തിൽ കൈകേയിനെ കാണിക്കുന്നത്. പ്രാരബ്ധമാണ് രാമനെ കാട്ടിലേക്ക് അയക്കുന്നത്. അത് രാമന്റെ പ്രാരബ്ധമാണ്. അതായത് ഇവിടെ രാമൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണാവതാരമാണ്. ആ അവതാരത്തിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും രാമനും കൂടി ചേർന്നിട്ടുള്ള 3-4 അവസ്ഥകളെയാണ് ശരിക്കും പറയുന്നത്. അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയ അവസ്ഥകളാണ് ശരിക്കും ഉള്ളത്. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 3 അവസ്ഥയിൽ കൂടെ മാത്രമേ നമ്മൾ കടന്നു പോകുന്നുള്ളൂ. രാവിലത്തെ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ, നമ്മളുടെ ബാക്കി ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ജാഗ്രത അവസ്ഥയാണ്. ഇനി നമ്മൾ കിടന്ന് ഉറങ്ങി സ്വപ്നത്തിൽ നമ്മൾ ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ കണ്ണും മൂക്കൊന്നും പ്രവർത്തിക്കുന്നില്ല, പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തന സജ്ജമല്ല. പക്ഷെ അപ്പോഴും നമുക്ക് അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിനെ പറയുന്നതാണ് സുഷുപ്തി.
അതായത് സ്വപ്നാവസ്ഥ, സ്വപ്നത്തിലൂടെ നമ്മൾ സ്വപ്ന ദൃശ്യങ്ങൾ കണ്ട് ആ ലോകത്തിൽ ഇരിക്കുക. അത് കഴിഞ്ഞ് ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തുരീയം എന്ന് പറഞ്ഞ മറ്റൊരവസ്ഥ ഉണ്ട്. ആ അവസ്ഥ നമുക്കൊന്നും പരിചയമില്ല. മനസ്സിലായില്ലോ? ആ അവസ്ഥ നമുക്ക് പരിചയമില്ല. ആ അവസ്ഥ നമുക്ക് കാണാൻ പറ്റാതെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഇതാണ് രാമൻ. ഈ തുരീയനാണ് രാമൻ. അപ്പോൾ ഈ 3 അവസ്ഥകളും രാമൻ്റെ ഉള്ളിലാണ്. അതായത് മഹാബോധത്തിൻ്റെ ഉള്ളിലാണ് ഈ അല്പബോധങ്ങളൊക്കെ തന്നെ. ഈ 4 ബോധാവസ്ഥകളെയാണ് ഈ 4 സഹോദരന്മാർ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഭരതനെ നമ്മുടെ രാമനെ പ്രാരാബ്ധം കാട്ടിലേക്ക് അയച്ചു. തുര്യാവസ്ഥ നമ്മൾ അനുഭവിക്കില്ല, കാട്ടിലേക്ക് അയച്ചു അയച്ചത് അനുഭവിക്കില്ല. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാണ്. ആർക്കും തുര്യത്തിനോട് താല്പര്യമില്ല. പക്ഷെ തുര്യത്തിനെ കണ്ടെത്തണമെങ്കിൽ ഈ പ്രാരാബ്ധം അനുഷ്ഠിച്ച് തീർക്കണം. അത് നമ്മളിൽ എന്ത് പ്രാരാബ്ധമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, ആ പ്രാരാബ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ജോലി ഉണ്ടാക്കാൻ പോകുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന വിചാരിക്കുന്നത്. അങ്ങനെയല്ല. നമ്മൾ കൊണ്ടുവന്ന പ്രാരാബ്ധം കാരണം കൊണ്ട് നമ്മൾ ചെറുപ്പം പഠിക്കാൻ തുടങ്ങുന്നത്, ഒരു ജോലി കണ്ടെത്തണം, കല്യാണം കഴിക്കണം. ചിലവർക്ക് കല്യാണം കഴിക്കുന്ന പ്രാരാബ്ധം ഉണ്ടാവില്ല, അപ്പോൾ കല്യാണം കഴിക്കാൻ കഴിയില്ല. നമ്മൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് കല്യാണം വേണ്ടാന്ന് പറയും. ചിലർക്ക് കുട്ടികളെ നോക്കേണ്ട പ്രാരാബ്ധം ഉണ്ടാവില്ല, അപ്പോൾ അവർ കുട്ടികൾ ഉണ്ടാവില്ല. ചിലർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ കുട്ടികളെ കൊണ്ടുള്ള പ്രാരാബ്ധം ഉണ്ടാവും, അതും വലിയ പ്രാരാബ്ധം. അപ്പോൾ അതും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രാരാബ്ധത്തിന് കിടപ്പ്. ഇത് നമ്മൾ ധർമ്മത്തിലൂടെ അധിഷ്ഠിതമായിട്ട് അർത്ഥം കണ്ടെത്തി കാമം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായി? പ്രാരാബ്ധങ്ങളൊക്കെ തീർന്നു. മോക്ഷത്തിലേക്കുള്ള നമ്മൾ ഫ്രീ ആവാണ്. ഫ്രീ ആവുക പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് ഉദാഹരണം നോക്കാം. ഈ ആഗ്രഹങ്ങൾ ഇല്ലാതെ ആകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സുഖം ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു കാറ് വാങ്ങണമെന്ന് ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അയാൾ ഏത് സമയത്ത് ഏത് കാർ ഉണ്ടാക്കാൻ നോക്കും. ആ കാറ് കുഴപ്പമില്ലല്ലോ, അത് തിരക്കടില്ല, ഇത് തിരക്കടില്ല, അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഇയാൾക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി, ഇയാൾ ധർമ്മത്തിലൂടെ അയാൾ അർത്ഥം ഉണ്ടാക്കി. ധർമ്മത്തിലൂടെ അല്ലെങ്കിൽ പിന്നെ പോലീസുകാർ വരും പിടി. ധർമ്മത്തിലൂടെ അർത്ഥം ഉണ്ടാക്കിയിട്ട് അയാൾ ഈ കാമം സാധിച്ചു വയ്ക്കുക. ആ സാധിക്കുന്ന സമയത്ത് അയാൾക്കൊരു സംതൃപ്തി ഉണ്ടാവും. ആ സംതൃപ്തി എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അതുവരെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചിന്ത ഇല്ലാതെ, ഒരു ചിന്ത ഇല്ലാതെ കാറ് വാങ്ങണം എന്നുള്ള ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ, അപ്പോൾ നല്ലൊരു സംതൃപ്തി വരുന്നത്. ഈ കാറ് വാങ്ങിയ ദിവസം നല്ല സംതൃപ്തമായിരിക്കും. കാരണം മനസ്സ് തെളിഞ്ഞ് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹചിന്ത ഇല്ല. അപ്പം മനസ്സ് ഒഴിയുമ്പോൾ, മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകൾ കുറയുമ്പോഴാണ് മനുഷ്യന് യഥാർത്ഥം പറഞ്ഞ ശാന്തി ഉണ്ടാവുന്നത്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കാറിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട ഭക്ഷണം കിട്ടിയാൽ അവിടെ ഭക്ഷണത്തിൽ നമ്മുടെ ധ്യാനമാണ് വരുന്നത് അവിടെ. കാരണം ഭക്ഷണവും നമ്മുടെ ഇന്ദ്രിയവും തമ്മിൽ ചേരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് ചേർന്ന് വെക്കും, ഏകാഗ്രമായിട്ട് നിൽക്കും. ആ സമയത്ത് നമ്മളൊന്നും ആലോചിക്കാതെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ലയിച്ചിരിക്കുക, ആനന്ദത്തിലിരിക്കുക. മനസ്സിലായോ? ഭഗവാന്റെ സ്വരൂപം 3 സ്വരൂപമാണ്. ഒന്ന് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഈ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കണം. അപ്പോൾ കുറച്ച് സമയമേ ഭക്ഷണം കഴിച്ച് തീരുന്ന വരെ ഉള്ളൂ. ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഭഗവാനോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം ബ്രഹ്മേവ വശാനാത് ആനന്ദാനൈവ ഭൂതാനി ജായന്തേ ആനന്ദാത്ര ജാതാനി ജീവന്തി ആനന്ദാത് പ്രയന്തി സന്ധിസന്ധി. ആനന്ദത്തിൽ നിന്ന് ജനിക്കുന്നു, ആനന്ദം ബ്രഹ്മമാകുന്നു. ആനന്ദത്തിൽ നിന്ന് ജനിക്കുന്നു, ആനന്ദത്തിൽ ജീവിക്കുന്നു, ആനന്ദത്തിലേക്ക് ലയിക്കുന്നു. ഇത് നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിച്ച് നടക്കുന്നത്. നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ വെക്കുമ്പോൾ അതിന് പിന്നിൽ ഈ ആനന്ദത്തിന് വേണ്ടിയില്ല, അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയില്ല. അപ്പോൾ എന്തൊക്കെ പ്രാരാബ്ധങ്ങളാണോ നമുക്കുള്ളത്, ഈ പ്രാരാബ്ധങ്ങളുടെ പിന്നിലൊരു സാധനമുണ്ട്. അതാണ് വാസന. അതായത് നമ്മളിപ്പോൾ ഒരു പ്രത്യേക ശീലം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ശീലം ഒരു വാസനയായിട്ട് മാറും. അപ്പോൾ നമുക്ക് സ്ഥിരം രാവിലെ കട്ടൻ ചായ കുടിക്കാൻ സ്വഭാവമില്ല. അപ്പോൾ നമ്മളൊരു ദിവസം തുടങ്ങി രാവിലെ 7 മണിയാകുമ്പോൾ കറക്റ്റ് കട്ടൻ ചായ കൊണ്ടാണ് 2-3 ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറ്റത്തെ ദിവസം നമുക്ക് ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരും. അതുവരെ കുഴപ്പമുണ്ടായിരുന്ന ഈ ശീലം ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പുതിയ ശീലം തുടങ്ങി വെച്ചപ്പോൾ അത് ആ ഒരാഴ്ച എന്നോട് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിത് ഇല്ലാതെ പറ്റിയതാണ്. ഇതാണ് വാസന എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസനയാണ് രാമായണത്തിൽ മന്ദര എന്ന് പറയുന്നത്. വാസനയാണ് രാമായണത്തിൽ മന്ദര പ്രതിനിധീകരിക്കുന്നത്. കാരണം ഈ കൈകേയി മാതാവ് പ്രാരാബ്ധമാണെങ്കിൽ മന്ദര വാസനയാണ്. അപ്പോൾ വാസനയാണ് ആരെ പ്രേരിപ്പിക്കുന്നത്? ഈ പ്രാരാബ്ധത്തിലേക്ക് രാമാദികളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രേരണ നൽകുന്നത് ആരാണ്? ഈ മന്ദരയാണ്. ഇവിടെ രാമനൊന്നുമില്ല. ഈ പ്രാരാബ്ധം അനുഭവിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മണനാണ്. രാമനെ സംബന്ധിച്ച് എന്താണ്? രാമന് കാടും ഒക്കെ ഒരേപോലെ തന്നെ.
ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം സഖേനാണ് ആര് പറഞ്ഞത്? ഈ രാവണൻ സീതയോട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, രാമന്റെ കുറ്റം എന്താ പറഞ്ഞത്? ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം. അതായത് ഒരു കാട്ടാളസ്ത്രീയെ കണ്ടാലും സീതേനെ കണ്ടാലും ഒരു ഭേദമില്ല, അവൻ നിർഗുണനാണ്. കുറ്റാണ് ഈ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇത് സത്യം പറഞ്ഞത്. കാരണം രാമനെ സംബന്ധിച്ച് രാമൻ എല്ലാവരുടെയും ആത്മാവാണ്. അതാണ്.